ഉപയോഗശൂന്യമായി കിടന്ന സ്ഥലത്ത് ഓണക്കാലത്തേക്കായി പുഷ്പകൃഷി നടത്തി മാതൃകയാകുന്നു ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ. തൃശൂർ ചെമ്പുക്കാവിലെ ഇറിഗേഷൻ വകുപ്പിൻ്റെ 50 സെൻറ്റ് സ്ഥലത്താണ് ഈ കൃഷി ഇറക്കിയിരിക്കുന്നത്. കൃഷിഭവനുമായി സഹകരിച്ചാണ് ചെണ്ടുമല്ലി കൃഷി. കാട് പിടിച്ചു കിടന്ന 50 സെന്റ് സ്ഥലം ഒഴിവു സമയത്ത് വെട്ടിവെടുപ്പാക്കിയാണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സഹായത്തിന് കൃഷിഭവൻ കൂടി എത്തിയതോടെ ഓണക്കാലത്ത് 100 മേനി വിളവ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലം വൃത്തിയാക്കി ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. അത് വളരെയധികം സക്സസ് ആയി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇറിഗേഷനിലെ മറ്റ് സ്റ്റാഫുകൾ അതിൻ്റെ പരിചരണത്തിൽ വളരെ നല്ല മേൽനോട്ടം വഹിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ഓണക്കാലമായപ്പോൾ ഇത്രയും സുലഭമായി ഇവർക്ക് ഈ പൂക്കൾ ഇവിടുന്ന് ലഭ്യമായത്. തൃശൂർ കോർപ്പറേഷൻ കൃഷിഭവൻ ഓഫീസർ എസ് ജയന്റെ മേൽനോട്ടത്തിലായിരുന്നു കൃഷി. ഇവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്കായിരുന്നു, പാമ്പം വലിയായിരുന്നു ഇതിനകത്ത് മുഴുവൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്ന് ഇവിടെ വിസിറ്റ് ചെയ്തു. ഇതെല്ലാം നല്ല ഇടിച്ച് നിരത്തി ഒരു 2 മാസത്തോളം ആവുന്നു ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട്. ഇത് കഴിഞ്ഞാൽ ഉടൻ അടുത്ത ഒരു സംരംഭം നമ്മൾ ഇപ്പോഴും തന്നെ പറഞ്ഞിട്ടുണ്ട്. പച്ചക്കറി, ഇത് ചീര, വെണ്ട, അങ്ങനെയുള്ള ഐറ്റംസ്. ഇറിഗേഷൻ സൂപ്രണ്ട് എഞ്ചിനീയർ കോശി PS-ഉം കൃഷിഭവൻ ഓഫീസർ എസ് ജയനും സംയുക്തമായി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വിളവെടുപ്പ് ഉത്സവമായതിന്റെ സന്തോഷത്തിലാണ് ജീവനക്കാർ. എല്ലാവർക്കും ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ജോലി മാത്രമല്ല, ജോലിയോടൊപ്പം തന്നെ വിശ്രമ സമയത്ത്, അതായത് 5 മണിക്ക് ശേഷം എല്ലാ ജീവനക്കാരും കൂട്ടായി പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇത്രയും നല്ലൊരു പൂന്തോട്ടം ഒരുക്കാൻ പറ്റി. ഞായറാഴ്ച വന്ന് സ്ത്രീകളടക്കം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ അതുപോലെ തന്നെ കൃഷി ഓഫീസർമാർക്കും ഇതിൻ്റെ അധികാരികൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതുപോലെ നീത പറഞ്ഞ പോലെ എല്ലാ വകുപ്പിലും തരിശായി കിടക്കുന്ന സ്ഥലത്ത് ഇതുപോലെ തന്നെ മനോഹരമായുള്ള പൂന്തോട്ടങ്ങളും കൃഷിയിടങ്ങളും ഉണ്ടാവട്ടെ. ചെണ്ടുമല്ലി കൃഷി വിജയം കണ്ട പശ്ചാത്തലത്തിൽ പച്ചക്കറി കൃഷി കൂടി ആരംഭിക്കാനുള്ള തീരുമാനത്തിലാണ് ഉദ്യോഗസ്ഥ കൂട്ടായ്മ. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.